സെൻസർ ബോർഡിനെതിരെ നന്ദിത ദാസ്. അഴകി, കന്നത്തിൽ മുത്തമിട്ടാൽ, നീർപ്പറവെ തുടങ്ങിയ സിനിമകളിലൂടെ ഏറെ ശ്രദ്ധേയയായ അഭിനേത്രിയാണ് പ്രശസ്ത നടി നന്ദിത ദാസ്. ഏറെ പക്വതയും സൗന്ദര്യവും ആഠ്യത്വവുമുള്ള മുഖവും സ്ട്രക്ചറുമുള്ള നായിക നടിയായ നന്ദിത ദാസിന് സിനിമയിൽ ഏതുതരം വേഷങ്ങളും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത അഭിനേത്രിയാണ്. ബെയർ എന്ന ഹിന്ദി സിനിമയിൽ ലെസ്ബിയനായി, അതായത് സ്വവർഗ സെക്സിൽ താല്പര്യമുള്ള സ്ത്രീയായി അഭിനയിച്ച് വിവാദം സൃഷ്ടിച്ച നായികയാണ് നന്ദിത ദാസ്. സിനിമ എന്നാൽ അഭിനയമാണ്. അഭിനയിക്കുമ്പോൾ ഏതു വേഷവും അതിൻ്റെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുക എന്നതാണ് നടീനടന്മാരുടെ ഉത്തരവാദിത്തം. പല സീനുകളിലും സ്വയം മറന്ന് സെക്ഷുവൽ സീനുകളിൽ അഭിനയിച്ചിട്ട് ഈ സിനിമ സെൻസർ ബോർഡിന്റെ മുന്നിലെത്തുമ്പോൾ അതൊക്കെ മുറിച്ചു മാറ്റി വളരെ ഡ്രൈ ആയാണ്, അതായത് സിനിമയുടെ തുമ്പും വാലും ഇല്ലാതെയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. ഇത് സിനിമയുടെ തനിമ നഷ്ടപ്പെടുത്തുന്നു. ഇതിനെതിരെ പ്രതികരിക്കുകയാണ് നന്ദിത ദാസ്. സിനിമയുടെ ഗുണനിലവാരം തീരുമാനിക്കുന്നത് 4-5 പേരാണോ? കുറഞ്ഞത് ലോക പ്രേക്ഷകരിൽ 200 കോടി പ്രേക്ഷകരെങ്കിലും ഒരു സിനിമ കാണുന്നു. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകണോ യു സർട്ടിഫിക്കറ്റ് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡിലെ ഈ 5 പേരും ചേർന്നാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഈ 5 പേർ എങ്ങനെ വിലയിരുത്തും? മാത്രമല്ല, സെൻസർ ബോർഡിന്റെ കയ്യിൽ ഒരു സിനിമ കൊടുത്താൽ അത് തിരിച്ചു കിട്ടുവാൻ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം? അതുകൊണ്ട് ഇതെല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. സെൻസർ ബോർഡിന് പകരമായി റേറ്റിംഗ് സമ്പ്രദായം നിലവിൽ വരുത്തുക. ഏതാണ് നല്ല സിനിമ, ഏതാണ് മോശം സിനിമ എന്ന് അങ്ങനെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. താൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയുടെ സബ്ജക്റ്റിനും തിരക്കഥയ്ക്കും അനുസൃതമായി കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. സിനിമയുടെ ആർട്ടും തനിമയും നഷ്ടപ്പെടാതെ ഇതെല്ലാമായി എല്ലാവരുമായി കോംപ്രമൈസ് ചെയ്തു വേണം അഭിനയിക്കുവാൻ. അത് സെൻസർ ബോർഡ് കത്തിവെച്ച് തുമ്പും വാലുമില്ലാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് നന്ദിത ദാസ് പറയുന്നത്.